നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററിയിലെ ഒരു ഭാഗത്തെ ചൊല്ലി നയൻതാരയും ധനുഷും തമ്മിലുള്ള തുറന്ന പോര് തമിഴ് സിനിമാ ലോകത്തെ പിടിച്ചുകുലുക്കിയ ഒന്നായിരുന്നു. നയൻതാരയുടെ പങ്കാളി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൗഡിത്താൻ എന്ന ചിത്രത്തിലെ അണിയറ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററി ടീസറിൽ ഉണ്ടായിരുന്നു. ഇതുപയോഗിച്ചതിനെതിരെ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് ധനുഷ് വക്കീൽ നോട്ടീസ് അയച്ചു. ഇതിന് നയൻതാര നൽകിയ മറുപടി വലിയ വിവാദമായിരുന്നു. നയൻതാരയെ പിന്തുണച്ചുകൊണ്ട് നിരവധി താരങ്ങൾ രംഗത്തു വന്നിരുന്നു. എന്നാൽ ഈ ചർച്ചകൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ സിനിമയുടെ പോസ്റ്റർ നയൻതാര സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഈ പോസ്റ്ററിലെ വാചകമാണ് ഇപ്പോൾ ചർച്ച. യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. ഷീ ഡിക്ലെയർസ് വാർ എന്നാണ് പോസ്റ്ററിലെ പ്രധാന തലക്കെട്ട്. എ വാർ ഓൺ ബീറ്റ്സ് എന്ന അടിക്കുറിപ്പോടെയാണ് നയൻതാര പോസ്റ്റർ പങ്കുവച്ചത്. പോസ്റ്ററിലെ ചിത്രത്തിൽ കടും ചുവപ്പ് സാരിയാണ് വേഷം. ഒരു കൈയിൽ കത്തിയും മറുകൈയിൽ വടിയും പിടിച്ച് എതിരെ കൈകളിൽ തീപ്പന്തവുമായി നിൽക്കുന്ന ജനക്കൂട്ടത്തെ നേരിടാനെന്ന വണ്ണം നയൻതാരയുടെ കഥാപാത്രം നിൽക്കുന്നതാണ് പോസ്റ്ററിലുള്ളത്. ധനുഷുമായുള്ള പോര് ഒരു വശത്തു നടക്കുമ്പോൾ താൻ യുദ്ധം നേരിടാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണോ പുതിയ സിനിമയുടെ പോസ്റ്റർ പുറത്തുവിട്ടതിലൂടെ നയൻതാര പറയുന്നതെന്നാണ് തമിഴകത്തെ ചർച്ചകൾ. ഇന്ന് നയൻതാരയുടെ 40ാം പിറന്നാളാണ്. പിറന്നാളിനോടനുബന്ധിച്ചാണ് പുതിയ പോസ്റ്റർ റിലീസ് ചെയ്തതെന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത്. എന്നാൽ നയൻതാര രണ്ടും കൽപ്പിച്ചാണെന്നാണ് ആരാധകർ പറയുന്നത്. ധനുഷിനൊരു തുറന്ന കത്തെഴുതിയപ്പോൾ ലഭിച്ച പിന്തുണ താരത്തിന് കൂടുതൽ കരുത്തേകിയിട്ടുണ്ടെന്നും ഇനി പിന്നോട്ടില്ലെന്നും ആരാധകർ പറയുന്നു. നയൻതാരയെ നായികയാക്കി വിഘ്നേഷ് ശിവൻ സംവിധാനം ചെയ്ത നാനും റൗഡിത്താൻ എന്ന സിനിമ നിർമ്മിച്ചത് ധനുഷായിരുന്നു. ആ സിനിമയുടെ സെറ്റിൽ വെച്ചാണ് നയൻതാരയും വിഘ്നേഷും പ്രണയത്തിലാകുന്നത്. ഈ സിനിമയുടെ ചില ബിഹൈൻഡ് ദ സീൻ ദൃശ്യങ്ങൾ ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ 10 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ധനുഷ് നയൻതാരയ്ക്ക് നോട്ടീസ് അയച്ചിരുന്നു. ഇതിനുള്ള മറുപടിയായി നയൻതാര തുറന്ന കത്ത് പുറത്തുവിട്ടത് വലിയ ചർച്ചയായിരുന്നു. വെറും 3 സെക്കൻഡ് ദൃശ്യം ഉപയോഗിച്ചതിനാണ് ധനുഷ് 10 കോടിയുടെ നോട്ടീസ് അയച്ചതെന്നും അദ്ദേഹത്തിന് തന്നോടും വിഘ്നേഷിനോടും പകയാണെന്നും നയൻതാര സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കത്തിൽ പറയുന്നു.